SMA ബാധിതനായ 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് കൂത്താട്ടുകുളത്തെ ചില നല്ലവരായ മനുഷ്യർ. 16 കോടിയോളമാണ് കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായി വരിക. രാമപുരത്തെ 16 ഓട്ടോ ഡ്രൈവർമാരും ഹോളി കിങ്സ് ബസ്സും ഇന്നത്തെ വരുമാനം നീക്കിവെച്ചത് ധ്രുവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒന്നും രണ്ടുമല്ല, ആവശ്യമായത് 16 കോടിയോളം രൂപയാണ്. SMA രോഗബാധിതനായ കുഞ്ഞു ധ്രുവാനായി ഇന്ന് നാടും നാട്ടുകാരും ഒന്നിക്കുകയാണ്. നിങ്ങളുടെ കൂത്താടത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു ധ്രുവാനാണ്. ധ്രുവാന് അപൂർവ രോഗമായ SMA എന്ന് പറഞ്ഞ അസുഖമാണ്. ആ അസുഖത്തിനായതുകൊണ്ട് 16 കോടി രൂപയോളം കണ്ടെത്തണം. അപ്പോൾ ആ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് കൂത്താടുള്ള രാമപുരമലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം ആ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. പേശികളുടെ ബലം കുറഞ്ഞ് ശരീരത്തിന്റെ ചലനശേഷി നശിക്കുന്ന SMA രോഗമാണ് 5 മാസം മാത്രം പ്രായമുള്ള ധ്രുവാന് പിടിപെട്ടത്. മുൻപ് കുഞ്ഞിന്റെ ശബ്ദം പോലും പുറത്തുവരിക പ്രയാസമായിരുന്നു. കുഞ്ഞിന് 1 മാസം പ്രായമുള്ളപ്പോഴാണ് രോഗം തിരിച്ചറിഞ്ഞത്. ചലനശേഷി വീണ്ടെടുക്കാനുള്ള ജീൻ തെറാപ്പിക്കായി 16 കോടിയാണ് ചിലവ് വരിക. ഇത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജീൻ തെറാപ്പി ഒരു 1 ടൈം ട്രീറ്റ്മെൻ്റ് ആണ്. അത് ഒറ്റ പ്രാവശ്യം ഒരു ഇഞ്ചക്ഷനാണ്. അതിനാണ് ഇത്ര എമൗണ്ട് വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഇതിൽ അവന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ വെക്കാന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ പറയുന്നത്. അവനൊരു 1 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അവന് കാല് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, പയ്യെ ആയിക്കോളൂ എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും കൈയുടെ മൂവ്മെൻറ്റും കുറഞ്ഞു തുടങ്ങി. പിന്നെ കരയുമ്പോൾ സൗണ്ട് ഭയങ്കര വീക്കായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെയും കൊണ്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പിന്നെ പീഡിയാട്രിക് ന്യൂറോനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഇങ്ങനെ SMA ആവാനാണ് സാധ്യത എന്നും പറഞ്ഞിരുന്നു. രാമപുരത്തെ 16ഓളം വരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഇന്നത്തെ ദിവസം മുഴുവനും ധ്രുവാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് ഓട്ടോ ഓടിക്കിട്ടുന്ന തുക മുഴുവനും കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി അവർ നൽകും. വിവരമറിഞ്ഞെത്തുന്ന യാത്രക്കാരുടെയും സഹകരണമുണ്ടെന്ന് ഇവർ പറയുന്നു. മറ്റേ കളക്ഷന് വരുമല്ലേ, ഒരാളെ കൊണ്ട് എന്തായാലും ഒരുമിച്ച് ഒരു തുക കണ്ടെത്താൻ പാടാ. അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് സ്റ്റാൻഡിലുള്ള എല്ലാവരും കൂടി ആലോചിച്ചപ്പം ഇങ്ങനെയൊരു മനസ്സിലൊരു ഐഡിയ തോന്നിയത് കാരണം ഒരു ദിവസത്തെ വേതനം ഞങ്ങൾക്ക് എന്തോരം ക്യാഷിന് ഓടുന്നോ അത്രയും കാശ് മൊത്തം എല്ലാവരും ഒരുമിച്ച് നൽകാമെന്ന് പ്ലാൻ ചെയ്തു. സർവീസ് നടത്തുന്നത് 4 മാസം പ്രായമുള്ള ധ്രുവാന് വേണ്ടിയിട്ടാണ്. കഴിവതും യാത്രക്കാർ സാമ്പത്തികമായി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിറവം കൂത്താട്ടുകുളം റൂട്ടിലോടുന്ന ഹോളി കിങ്സ് ബസ്സും ധ്രുവാനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഓരോ ടിക്കറ്റും കുഞ്ഞിന്റെ ചികിത്സയ്ക്കായാണ് ഹോളി കിങ്സ് ഉടമകളും തൊഴിലാളികളും നീക്കിവെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 30 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈ 30 ദിവസത്തിൽ നമ്മൾ 4,17,00,000 കളക്ട് ചെയ്തിട്ടുണ്ട്. ധ്രുവാൻ ആരോഗ്യവാനായി തിരിച്ചെത്തും. വളരുമ്പോൾ ആ കുഞ്ഞ് ഓടിക്കളിക്കും. കാരണം അവനായി കൈകോർക്കാൻ നന്മ നിറഞ്ഞ മനുഷ്യർ അവന്റെ ചുറ്റിലുമുള്ളപ്പോൾ രോഗം പോലും തോറ്റുമടങ്ങും. ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹ അവസാനിപ്പിച്ച ഒരു കാര്യം, ഇത്രയും നല്ല മനുഷ്യർ അവന് ചുറ്റുമുള്ളപ്പോൾ ആ രോഗം തോറ്റുമടങ്ങുമെന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം, അല്ലേ? സ്നേഹാമോൾ നൈനാൻ തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. സ്നേഹ, കുഞ്ഞിന് വേണ്ടി ഒരു നാട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് പോരാ, അല്ലേ? ഇനിയും തുക വേണം. 16 കോടി എന്ന് പറയുമ്പോൾ വലിയൊരു തുകയാണ്. അതിന് ഇനി നമ്മുടെ എല്ലാവരുടെയും സഹായം ആ കുഞ്ഞിനും ആ കുടുംബത്തിനും വേണം, അല്ലേ സ്നേഹ? കുറേ നന്മ നിറഞ്ഞ മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. അതുതന്നെയാണ് നമുക്ക് ജീവിക്കാൻ പ്രചോദനമാകുന്നതും നമുക്ക് സന്തോഷം തരുന്നതും. അത്തരത്തിലൊരു നന്മ നിറഞ്ഞ കാഴ്ചയാണ് ഇന്ന് കൂത്താട്ടുകുളത്തു നിന്നും കാണാനായിട്ട് സാധിച്ചത്. 5 മാസം മാത്രം പ്രായമുള്ള ധ്രുവാൻ എന്ന കുഞ്ഞിന് SMA രോഗമാണ് കുഞ്ഞിന് പിടിപെട്ടത്. ആ രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞിൻ്റെ രോഗം തിരിച്ചറിഞ്ഞപ്പോൾ
5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറേ നന്മ നിറഞ്ഞ, അതായത് രാമപുരം കവലയിലുള്ള 16 ഓട്ടോ ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ ഹോളി കിങ്സ് ബസ്സിലെ ഉടമക്കളും ജീവനക്കാരും എല്ലാം ഒന്നിക്കുന്നത്. ഇന്ന് ഓടിക്കിട്ടുന്ന തുക മുഴുവൻ 10 രൂപയാണെങ്കിൽ പോലും ആ കിട്ടുന്ന തുക മുഴുവൻ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 16 കോടിയോളം രൂപ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഒരു സാധാരണക്കാരൻ ഒരു ജന്മം മുഴുവൻ ജോലി ചെയ്താൽ പോലും സമ്പാദിക്കാൻ പറ്റാത്തത്ര തുകയാണ് ഈ 16 കോടിയോളം രൂപ എന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ തെറാപ്പിക്കായിട്ട് ആ 16 രൂപ കിട്ടിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇനി കുഞ്ഞ് വളരുമ്പോഴൊക്കെ കുഞ്ഞിന് ചലനശേഷിയും മറ്റുമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിപ്പോഴേ ഉറച്ചിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ കുഞ്ഞിന് അവരെ കൊണ്ട് പറ്റുന്ന തുക, ഏതോ ഓട്ടോ ഡ്രൈവർമാർ ഓടുമ്പോൾ ഇപ്പോൾ ഇത് അറിഞ്ഞെത്തുന്ന യാത്രക്കാരുണ്ട്, അത് ബസ്സിലാണെങ്കിലും ഓട്ടോയിലാണെങ്കിൽ പോലും അവരെ കൊണ്ടും പറ്റുന്നത്ര സഹായിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ കുറേ നന്മ നിറഞ്ഞ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ കൃത്യം പ്രായത്തിൽ തന്നെ മുട്ടയിലിഴയാനും ഓടി നടക്കാനും കൂട്ടുകാരുമൊക്കെ ഒന്നിച്ച് ഓടി ചാടി കളിച്ച് നടക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ആ സ്റ്റോറി കാണിച്ചപ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ കഴിയുന്ന പോലെ സഹായം ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാം. അതിനുവേണ്ടി എല്ലാവരും, കാണുന്ന പ്രേക്ഷകരൊക്കെ ഒന്നിച്ച് നിൽക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ശരി.